സ്വന്തം സമാജത്തോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല. അതിലെ കുട്ടികൾ ആക്രമിക്കപ്പെടട്ടെ, സ്ത്രീകൾ ആക്രമിക്കപ്പെടട്ടെ, അവർ വിഷവെള്ളം കുടിച്ച് ചത്തോട്ടെ, എന്നാലും വേണ്ടില്ല മുസ്ലിം പ്രധാന അധ്യാപകനെതിരെ ജനങ്ങൾക്കിടയിൽ ഒരു വെറി രൂപപ്പെടുകയും അയാൾക്ക് ഇവിടെ നിന്ന് സ്ഥലം മാറ്റം കിട്ടുകയും വേണം. അയാൾ വെറും സ്ഥലം മാറ്റത്തിന് വേണ്ടിയാണ്. അപ്പോൾ എന്തുമാത്രമാണ് ഇവരുടെ ഉള്ളിൽ ഈ നിറഞ്ഞിരിക്കുന്ന വെറുപ്പ് എന്ന് പറയുന്ന സംഗതി കാണണം. രണ്ടാമത്തെ എന്താണ്, മുസ്ലിങ്ങൾ ഇവിടെ പെറ്റുവരുന്നു, മുസ്ലിങ്ങൾ തീവ്രവാദികളാകുന്നു, മുസ്ലിങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അപകടമാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുകയാണ്. അപ്പോൾ പറഞ്ഞു നടക്കുമ്പോൾ അതിനെന്താ പറ്റിയ സാധനങ്ങൾ വേണം, അത് കിട്ടുന്നില്ല. അപ്പോൾ നിരന്തരം ഇത്തരം പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇവരുടെ ഈ ഭീതി എന്ന് പറയുന്നത് പോലും വ്യാജമാണ്. കാരണം എന്താണ്, ഇവർ തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവർ തന്നെയാണ് ഈ പറഞ്ഞ പ്ലെയിനകത്ത് കയറി പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവർ തന്നെയാണ് വിഷം കലക്കുന്നത്. ഇവർ തന്നെയാണ് ബീഫ് വലിച്ചെറിയുന്നത്. ഇവർ തന്നെയാണ് ആളുകളെ ആക്രമിക്കുന്നത്, വീടുകൾക്ക് തീയിടുന്നത്. അപ്പോൾ ഈ റിയൽ ത്രെട്ട് എന്ന് പറയുന്ന സംഗതിയുള്ളൂ. ഞങ്ങൾക്ക് അവരെ പേടിയാണ്, ഞങ്ങൾക്ക് മുസ്ലിങ്ങളെ പേടിയാണ്. ആരാ ഈ പേടി ഉണ്ടാക്കുന്നത്? ഇവർ തന്നെ ആക്ട് ചെയ്യുകയാണ് അങ്ങനെ, അതല്ലേ? അപ്പോൾ നോക്കൂ, ഒരു തരത്തിലുള്ള മനസാക്ഷി ഇല്ലാത്ത രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിരന്തരം ഇതുണ്ടാക്കുകയാണ്, വ്യാജങ്ങൾ വഴി ത്രെട്ടുണ്ടാക്കുന്നു. രണ്ട്, അത് സ്വന്തക്കാരെ കൊന്നിട്ടായാലും നമുക്ക് ചെയ്യാം എന്ന് മട്ട് കാണുന്നതാണ്. മൂന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ ശ്രീരാമസേനക്കാരെ പിടിച്ചു, അതുകൊണ്ട് നമുക്ക് മനസ്സിലായി. അങ്ങനെ കുറേ ഇൻസിഡൻസ്, ഒരു 6 ഡസനോളം ഇൻസിഡൻസ് ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റും. അങ്ങനെ വെളിപ്പെടാത്ത എത്ര കേസുകളുണ്ടായിരിക്കും നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതിൻ്റെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ, ഇതിൻ്റെ ഒരു എന്താണ് മോഡസ് ഓപ്പറാൻഡി ഇതാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇതെല്ലാം എന്ന് വെച്ചാൽ പലയിടത്തും നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇങ്ങനെ മനഃപൂർവ്വം കലാപമുണ്ട്. ബോംബെ കലാപത്തിൻ്റെ കാര്യമായാലും ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് ഗുജറാത്തുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ എടുത്താലും നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ എവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള കലാപങ്ങളിൽ എത്ര മനുഷ്യർ കൊല്ലപ്പെട്ടതിന് പിന്നിൽ, ഏതൊക്കെ കലാപങ്ങൾക്ക് പിന്നിൽ ഇത്തരം ഒരുതരം പ്ലാൻ പ്രവർത്തിച്ചിട്ടുണ്ടാവും നമ്മൾ സ്വാഭാവികമായി സംശയിക്കണം. രണ്ട്, അതിൻ്റെ ഭാഗമായി പിടിക്കപ്പെട്ട മനുഷ്യരിൽ എത്ര നിരപരാധികൾ ജയിലിലുണ്ടാവും. അപ്പോൾ പ്രധാനമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന പേരിലാണ് 2 വ്യാജ ഏറ്റുമുട്ടൽ ഇന്ത്യയിൽ നടത്തിയ ആളെ കൊന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ ഇപ്പോൾ പ്രധാനപ്പെട്ട കസേരയിൽ ഇരിക്കുന്നവരാണെന്ന് ഓർക്കണം. സ്ഫോടനങ്ങളുടെ പേരിൽ ഇപ്പോൾ നോക്കൂ, ഈ നമുക്ക് അറിയാലോ, ബോംബെയിലെ ട്രെയിൻ സ്ഫോടന കേസിൽ പിടിക്കപ്പെട്ട 12 പേർ അവരെ കുറ്റവിമുക്തരാക്കിയില്ലേ. ഇപ്പോൾ സ്റ്റേ വാങ്ങിയെങ്കിലും അവർക്കിനി ജയിലിലേക്ക് തിരിച്ചു പോകണ്ട എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. അവരുമായി ബന്ധപ്പെട്ട കേസിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കണം, സമ്പൂർണ്ണമായ തട്ടിപ്പാണ്. കോടതി ഇത് വായിച്ചു നോക്കിയിട്ട് പറയാണ്, ഇത് മുഴുവൻ ആളുകളെ ഭീഷണിപ്പെടുത്തിയോ ദേഹോദ്രവം ഏൽപ്പിച്ചോ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മൊഴികളാണ്. നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സാക്ഷികൾ ഒരൊറ്റ ഒരെണ്ണം നിൽക്കുന്ന സാക്ഷികളല്ല. ഇതിൽ പല സാക്ഷികളും വേറെ പല കേസിലും സാക്ഷി പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ പണി തന്നെ ഇതാണ്. നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകൾ നിലനിൽക്കുന്നതല്ല. വ്യാജ തെളിവുണ്ടാക്കിയതിനും വ്യാജ സാക്ഷിയെ പ്രൊഡ്യൂസ് ചെയ്തതിനും വ്യാജമായ കുറ്റസമ്മത മൊഴി ഉണ്ടാക്കിയതിനും ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കേണ്ടതായിരുന്നു. കോടതി അത് ചെയ്തിട്ടില്ല. പക്ഷേ അത് കോടതി കണ്ടെത്തി. അത് കോടതി ഭയങ്കര സീരീസ് ഓഫ് പ്രശ്നങ്ങൾ അതിൽ കണ്ടെത്തുന്നുണ്ട്. അത്രയും തട്ടിപ്പാണ് ആ കേസ് എന്ന് കാണുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഇത്തരം സ്ഫോടനങ്ങളുടെയും കലാപങ്ങളുടെയും പേരിൽ ഇന്ത്യൻ ജയിലുകളിൽ എത്ര നിരപരാധികളായ മനുഷ്യർ കിടക്കുന്നുണ്ടാവും. അതിൻ്റെ പിന്നിൽ ആസൂത്രകരായ എത്രയോ മനുഷ്യർ പുറത്ത് വിഹരിക്കുന്നുണ്ടെന്നുള്ള നിലയ്ക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നല്ലേ ഇത്. അപ്പോൾ ഇന്ത്യയിലെ ഒരു യാഥാർത്ഥ്യമാണ്, ഞെട്ടലൊന്നുമില്ല. ഇതിപ്പോൾ ഈ അവിടുത്തെ കുട്ടികളുടെ ഭാഗ്യം, അല്ലെങ്കിൽ അവിടുത്തെ ആ പ്രദേശത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളുടെ ഭാഗ്യം ഇത് പുറത്തു വന്നുകൊണ്ട്. ഇല്ലെങ്കിൽ എന്താണ്, ഈ വാട്ടർ ടാങ്കിൽ വിഷം കലർത്തിയതിൻ്റെ മൊത്തം ഉത്തരവാദിത്വം ആ മുസ്ലിം അധ്യാപകൻ്റെയും അയാളുടെ പരിസരത്തുള്ളവരെയും അയാളുടെ ബന്ധുക്കളുടെയും തലയിലിരിക്കുകയും അതൊരു കലാപമായിട്ട് പോലും മാറും. ഈ കലക്കിയ ആളുകൾ തന്നെ കലാപത്തിൻ്റെ ആദ്യ വടിവാളുകളായിട്ട് രംഗത്തിറങ്ങുകയും ചെയ്യും. അതുകൊണ്ട് അവിടുത്തെ ആളുകൾ രക്ഷപ്പെട്ടു എന്ന് ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യക്ക് ഒരു സമാശ്വാസം നൽകുന്നത്. ഇന്ത്യയിൽ കൂടുതൽ ഭയപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് പറയും. ഇത്തരം പണിയാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. ഇവർ ഈ പണി എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ഇതിന് ഇരകളുണ്ടാകുന്ന ഒരു തർക്കമില്ല. കാരണം നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് തടയാനോ ഒരു പ്രോപ്പർ ആക്ഷൻ എടുക്കാനോ കഴിയുന്ന സംവിധാനങ്ങൾ പോലും ഇല്ലാത്തത് നമ്മൾ നിർഭാഗ്യവാന്മാരായ മനുഷ്യരാണെന്ന് ഞാൻ പറയുള്ളൂ.